നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരായാലും തകർന്നു പോലെ മുകുന്ദ. ഏയ്, എന്താ മഞ്ജു ഇത്? നീ ഒരു പോലീസുകാരിയല്ലേ, ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഞാനിപ്പോ ഒരു അമ്മയും കൂടിയല്ലേ. ആ കുട്ടിയെ കണ്ടപ്പോ ഞാൻ നമ്മുടെ കുഞ്ഞിനെ പറ്റി ആലോചിച്ചു പോയി. ഒരു കുട്ടിയുടെ ജീവന് സുരക്ഷയില്ലാത്ത ഈ ലോകത്താണല്ലോ നമ്മുടെ കുഞ്ഞ് ജനിച്ചു വീഴാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ കുട്ടിയെ ഇടിച്ച് ഡ്രൈവർ വണ്ടി നിർത്തി ആ കുട്ടിയെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അവള് രക്ഷപ്പെട്ടേനെ. പക്ഷെ അത്ര പോലും മനസാക്ഷി അയാൾ കാണിച്ചില്ല. ആ കുട്ടിയുടെ ബോഡി കണ്ടത് എന്റെ മനസ്സിൽ നിന്നൊരിക്കലും ആയില്ല. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പൊട്ടിക്കരയുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല ഗിരിയേട്ടാ. പോയ ജീവൻ തിരിച്ചു കിട്ടില്ല മഞ്ജു. നിനക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്യാവുന്നത് ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഗിരി പറഞ്ഞാണ് ശരി. കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിലേ ആ അച്ഛനും അമ്മയ്ക്കും കുറച്ചെങ്കിലും ആശ്വാസം കിട്ടും. ഒരു പോലീസുകാരി എന്ന നിലയിൽ മഞ്ജു ഇപ്പൊ തന്നെ ഡ്യൂട്ടിയാ ചെയ്യേണ്ടത്. ആ കുഞ്ഞിനു വേണ്ടി കരയാൻ നമുക്കിനിയും സമയമുണ്ട്. പക്ഷേ നമ്മൾ കളയുന്ന ഓരോ നിമിഷവും കുറ്റവാളികൾ നമ്മളിൽ നിന്നും കൂടുതൽ അകലുകയാ. ഒരു കാരണവശാലും ആ ഡ്രൈവറെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തതാ. ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ആരായാലും അയാളെ ഞാൻ പിടിച്ച് ജയിലിലിടും. അത് തന്നെയാ വേണ്ടത്. ഈ വിഷയത്തിൽ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ ചോദിച്ചോ, ഞാൻ ചെയ്തു തന്നിരിക്കും. പക്ഷേ അന്വേഷണം എങ്ങനെ തുടങ്ങാനാ? CCTVയിൽ വണ്ടി ഇടിക്കുന്ന കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ നമ്പർ ഒന്നും വ്യക്തമല്ല. അതില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വണ്ടി കണ്ടുപിടിക്കാം. അതെങ്ങനെ? ആ കുട്ടിയെ ഇടിച്ച സ്ഥിതിക്ക് ആ വണ്ടിക്ക് കേട് സംഭവിച്ചു കാണും. ഒരു അന്വേഷണം വന്നാ പെട്ടുപോകുമെന്ന് എന്തായാലും അതിന്റെ ഉടമസ്ഥൻ ചിന്തിക്കും. അപ്പൊ പിന്നെ രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി വണ്ടി റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ പൊളിച്ചു കളയുകയോ ആണ്. അത് ചെയ്യാൻ ഈ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് ആ വണ്ടിയെ കൊണ്ടുപോകാനാണ് സാധ്യത. ആ വണ്ടി മെക്കാനിക്ക് തൊടുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടിയ കുട്ടിയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കൊള്ളാം, നീ മാധവന്റെ മോള് തന്നെ. ഇതുകൊണ്ടൊന്നും ആയില്ല. ഈ നാട്ടിൽ എത്രയോ വർക്ക്ഷോപ്പുകളുണ്ട്. അതിലേതിലാണ് കാറ് കിടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇന്ന് നാട്ടിലെ മന്ത്രി വരുന്നതുകൊണ്ട് ഭൂരിഭാഗം പോലീസുകാരും സെക്യൂരിറ്റി ഡ്യൂട്ടിയിലാ. ആ വണ്ടിയെ കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ല. നിനക്ക് വണ്ടി കണ്ടുപിടിക്കുന്നത് എളുപ്പമായിരിക്കില്ല, പക്ഷെ എനിക്കത് നിസ്സാരോ. ഈ നാട്ടിലെ പോലീസുകാരെക്കാളും വലിയ നെറ്റ്വർക്ക് എനിക്കുണ്ട്. അര മണിക്കൂറിനുള്ളിൽ അങ്ങനെ ഏതെങ്കിലും വണ്ടി ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ടോന്ന് ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം. നീ അവിടെ എത്തി അവരെ അറസ്റ്റ് ചെയ്താൽ മാത്രം മതി. താങ്ക് യു ഗിരിയേട്ടാ. എന്തിന്? ഒരു കുഞ്ഞിനെ കൊന്ന ദുഷ്ടൻ ആരാണെന്ന് കണ്ടുപിടിക്കാനല്ലേ? ഇതൊക്കെ എന്റെ കടമയാണ്. എന്റെ ഭാര്യ ഒരു പോലീസുകാരി അല്ലായിരുന്നെങ്കിൽ അവനെ കെട്ടിയിട്ട് തല്ലി നടു റോഡിലൂടെ വലിച്ചഴിച്ച് നാട്ടുകാരെ കൊണ്ട് കല്ലെറിയിച്ച് കൊല്ലിച്ചേനെ. പോട്ടെ, ജയിലെങ്കിൽ ജയില്. ഞാൻ എന്തെങ്കിലും വിവരം കിട്ടിയാ നിന്നെ അറിയിക്കാം. ശരി. ഗിരി ഇറങ്ങി. ഇനി എന്തായാലും ആ ഡ്രൈവർ പിടിക്കപ്പെടും.
എന്താ മാഡം വന്നത്? എടോ, ഈ കാർ എത്രയും പെട്ടെന്ന് പൊളിച്ച് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറ്റണം. പൊളിക്ക്? അതിന് വലിയ കംപ്ലൈന്റ് ഒന്നും കാണുന്നില്ലല്ലോ. താൻ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് ഇത് പൊളിക്കാനുള്ള പരിപാടി നോക്കണം. ശരി മാഡം. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുമില്ല, ഈ കാറ് തനിക്ക് തന്നിട്ടുമില്ല. മനസ്സിലായോ? മനസ്സിലായി മാഡം. നീങ്ങുന്നേ, ഈ വണ്ടി ഒന്ന് പൊളിക്കണം. എടോ, എനിക്ക് തന്നെ അത്ര വിശ്വാസം പോരാ. കാറ് മൊത്തം പൊളിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇപ്പൊ തുടങ്ങാം മാഡം. മാഡം അങ്ങോട്ട് ഇരുന്നോളൂ. എന്താ സാറേ, ജീപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വണ്ടിക്കൊരു പ്രശ്നമില്ല. ഞങ്ങള് വേറെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതാ. സർ, ഒന്നിങ്ങ് വന്നേ. സർ, ദേ ഇത് കണ്ടോ? ഈ കാർ ഇവിടെ ആരാ കൊണ്ടുവന്നത്? അത് അറിയില്ല സാറേ. രാവിലെ ആയപ്പോ വർക്ക്ഷോപ്പിന് മുമ്പിൽ ഇതുണ്ടായിരുന്നു. ഇയാൾ നുണ പറയാണ് സർ. ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അധികം സമയമായിട്ടില്ല. വണ്ടിയുടെ എഞ്ചിനിൽ ഇപ്പോഴും നല്ല ചൂടുണ്ട്. പോലീസുകാരോടാണ് നിന്റെ കളി. ഇവരെ വണ്ടി കയറ്റേ. സാറേ, ഞാനെന്ത് തെറ്റിയിട്ടാ? ഈ കാറ് പൊളിച്ച് കയറ്റി അയക്കാനായിരുന്നില്ലേ നിന്റെ പ്ലാൻ? അത് തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ട് വരും. കുറച്ചുകാലം നിനക്കകത്ത് കിടക്കാം. നടക്കടാ, നടക്കാൻ. അയാൾ സഹകരിച്ചില്ലെങ്കിലും വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫോറൻസിക്കാരെ കൊണ്ട് ഈ രക്തത്തിന്റെ സാമ്പിളുകൾ ഒന്ന് പരിശോധിപ്പിക്കണം. അത് നിത്യയുടേതാണെന്ന് തെളിഞ്ഞ കേസ് തീർന്നു. ഇപ്പൊ നീ മാധവനെ പോലെ തന്നെ നല്ല കഴിവുള്ള ഒരു പോലീസുകാരിയെ.